വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബൈർ. അപ്പോൾ റമളാനൊക്കെ അങ്ങ് അടുത്തല്ലേ, ആ ഒരു സമയത്ത് ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണിത്. ആ ഒരു സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ പൊട്ടറ്റോ ക്രോക്കറ്റ്സ്. അപ്പം നമ്മളൊരു കട്ട്ലൈറ്റിൻ്റെ ആ ഒരു രീതിയിലൊക്കെ ഉള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഏകദേശം ഒരു 350 ഗ്രാമോളം ഉണ്ട്. അത് നമുക്ക് വേവിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് എല്ലില്ലാത്ത ചിക്കൻ ആയാലും മതി. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡി ആക്കിയിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല ക്രീമി ടെക്സ്ചറിലുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സവാള നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം സൈസിലുള്ള ഒരു സവാള മതി കേട്ടോ. അതിനെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു മസാലയല്ലേ ഇത്, അതുകൊണ്ടാണ്. 3/4 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ബേസിൽ ലീവ്സോ അല്ലെങ്കിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനിയിപ്പം വൈറ്റ് സോസിനുള്ള ഒരു ഫ്ലോർ ഉണ്ടല്ലോ, മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഈ ഒരു മസാലയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം വൈറ്റ് സോസ് ഉണ്ടാക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ക്രീമി ഫില്ലിംഗ് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പശുവിൻ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ആ ഒരു പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളിതിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും കേട്ടോ. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. വലിയ 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 4 എണ്ണം വരെ എടുക്കാം കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ, നല്ലോണം ഒന്ന് ഉടച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏകദേശം ഒരു കട്ട്ലേറ്റിൻ്റെ ആ ഒരു രീതിയിലാണ്, പക്ഷേ ഉണ്ടാക്കുന്ന ഒരു മസാലയിൽ വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കോഴിമുട്ട വേണം. അതിൻ്റെ എഗ് വൈറ്റ് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു സ്നാക്സ് ഒന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞ കരു ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മസാല നല്ലവണ്ണം കൈ വെച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ഈ ഒരു ചീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു സ്നാക്സ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചൂടോടെ തന്നെ
കട്ട് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു സമയത്ത് ഈ ഒരു ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതൊന്ന് കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒട്ടുന്ന ആ ഒരു പ്രോബ്ലമൊക്കെ വരും. അപ്പം ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് മുഴുവനായിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതൊരു കട്ട്ലൈറ്റിൻ്റെ ആ ഒരു രീതിയിലാണ്, പക്ഷേ ഇതിൽ മൈദപ്പൊടിയൊക്കെ കോട്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്സ്ചറിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഫില്ലിങ് ക്രീമി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങും കൂടിയാണല്ലോ. അപ്പം നേരത്തെ നമ്മൾ ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ക്രീമി ടെക്സ്ചറിൽ. ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് ചിക്കൻ റോളോ അല്ലെങ്കിൽ സമൂസയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ആ ഒരു ഷേപ്പിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എഗ് വൈറ്റ്, ബ്രെഡ് ക്രംസ്, അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അത് കുറച്ച് ലൂസ് ആണെങ്കിൽ അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തതിന് ശേഷം എടുത്തിട്ട് ഇതേപോലെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം എഗ് വൈറ്റിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ ഇത് 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഒരുപാട് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. അപ്പം ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്നാക്കും ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇത് അതിൻ്റെ ഒരു ഷേപ്പൊന്നും പോവാതെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. ഓയിൽ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു നോമ്പ് സമയത്തും നമ്മൾ ഒരുപാട് സ്നാക്സ് ട്രൈ ചെയ്യുന്നൊരു സമയം കൂടിയാണ് അല്ലേ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ക്രീമി ടെക്സ്ചറിലുള്ള ആ ഒരു ഫില്ലിംഗ് ഒക്കെ കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നിങ്ങളെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങിൽ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു സ്നാക്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിന്ന് ആ ഒരു ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുന്ന ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചീസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ക്രീമി ആയിട്ടുള്ള ഒരു മസാലയാണ്. അതിൽ ചീസും കൂടി ചേർത്തപ്പോൾ കണ്ടില്ലേ ആ വലിഞ്ഞു വരുന്ന ആ ഒരു രീതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.